ഒരു സർട്ടൻ കോഡിൽ നമുക്ക് PQRST എന്നുള്ളതിനെ നമ്മൾ എഴുതുന്നത് 4, 5, 10, 12, 15 എന്നാണ്. ഓക്കെ, 10, 12, 15, 4, 5, 10, 12, 15 എന്നാണ്. ഇതിൽ ഏത് നമ്പറാണ് ഏതെന്നുള്ളതൊന്നും നമുക്കറിയില്ല, അതിൻ്റെ ഓർഡറോ ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് Q minus S is equal to 2S, അതുപോലെ T is equal to R plus S plus 3 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P plus R minus T ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ Q minus S is equal to 2S എന്ന് തന്നിട്ടുണ്ട്. സോ ഇതൊന്ന് നമുക്ക് എന്ത് എഴുതാം? Q is equal to 3S എന്ന് എഴുതിക്കൂടെ? Q is equal to 3S എന്ന് എഴുതാം. Q 3S ആണെങ്കിൽ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും ഈ ഒരു ഇക്വേഷൻ? സോ Q നമ്മളിപ്പം ഇതിൽ മാക്സിമം വരുന്നത് 15 ആണ്. Q 15 ആയിട്ട് എടുക്കുകയാണെങ്കിൽ S എന്ത് വരും? 3 into 5 വരും. 3 into 5 S. ഓക്കെ, അതുപോലെ തന്നെ Q 12 ആയിട്ട് എടുക്കുകയാണെങ്കിലോ 3 into 4 വരും. സോ ഇവിടെ നമുക്ക് Q 15 ആകുമ്പോൾ S എന്താ വരുന്നത്? 5ഉം. അതുപോലെ Q 12 ആകുമ്പോൾ S വരുന്നത് 4ഉം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. T is equal to R plus S plus 3. സോ T is equal to R plus S plus 3യിൽ ഇപ്പം നമുക്ക് S equal to 4 എടുക്കുകയാണെങ്കിലോ T is equal to R plus S plus 3യിൽ S equal to 4 ആണ് എടുക്കുന്നതെങ്കിൽ എന്താ വരിക? T is equal to R plus 7 വരും. ഓക്കെ, R plus 7 T ആവുന്നൊരു കേസ്. 7ൻ്റെ ഒപ്പം എന്ത്? ഓക്കെ, 7ൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് T കിട്ടുന്ന അങ്ങനെ ഒരു കേസ് ഉണ്ടോ അതിൽ? 7 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോലെ ഒരു പോസിബിലിറ്റി ഇതിലില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ R 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T 12 ആകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത പോസിബിലിറ്റി റോങ് ആവും. സോ അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് റോങ് ആയിട്ട് എടുക്കാം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. S 4 ആകുന്ന പോസിബിലിറ്റി റോങ് ആണ്. സോ നമുക്ക് എന്തായിട്ട് എടുക്കുക? Q is equal to 15ഉം അതുപോലെ S equal to 5 തന്നെ എടുത്തു നോക്കുക. ഇതെന്തുകൊണ്ടാണ് റോങ് ആയത്? നമ്മൾ Rനെ 5 എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ 5 ആണ് ആകെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ T എന്താവും? 12 ആവും. നമ്മൾ ഓൾറെഡി Q 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, ഇനി Q 15ഉം S 5 ആണെങ്കിൽ നമുക്കിത് T is equal to R plus 5 plus 3 വരും. സോ ഇതെന്ത് വരുന്നത്? R plus 8 ആണ് വരുന്നത്. സോ T is equal to R plus 8 വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? is equal to 4 plus 8 എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ലേ? നമുക്ക് Rന് 4ഉം അതുപോലെ തന്നെ Tക്ക് എന്ത് കിട്ടും? 12 എന്നുള്ള വാല്യൂസ് കിട്ടും. സോ 4 ആയി, 12 ആയി, 5 ആയി, 15 ആയി. സോ നമ്മൾ 5, 15, 4. ഇനി ഇതിൽ പെൻഡിങ് ആയിട്ടുള്ള ഏതാ നമ്മൾ എടുക്കാത്തത്? P എടുത്തിട്ടില്ല. സോ Pയുടെ വാല്യൂ എന്ത് വരും? ഇതിൽ പെൻഡിങ് ആയിട്ടുള്ളത് 10 ആണ്. P is equal to 10 വരും. നമുക്കിതിൽ ചോദിച്ചിട്ടുള്ളത് P plus R minus T ആണ് വേണ്ടത്. സോ P plus R, 10 plus R 14, 14 minus 12. സോ 14 minus 12 എന്ന് പറയുമ്പോൾ 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 14 minus 12 is 2. So the answer is option number B. 2 is our right answer.